ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പറഞ്ഞ് 2024 എത്തി കഴിഞ്ഞു. നമ്മുടെ 2024 ആദ്യത്തെ വീഡിയോ ആണ്. അപ്പൊ ഈ ഒരു വർഷം എല്ലാവർക്കും ഞാനൊരു നല്ലൊരു വർഷം നേരുകയാണ്. ആദ്യം തന്നെ സന്തോഷം, സമാധാനം, സമൃദ്ധി ഇതൊന്നുമല്ല, ഹെൽത്തി ആയിരിക്കുന്ന ഒരു വർഷമായിരിക്കട്ടെ എന്നാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരെയും ആശംസിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്കും നമുക്കും എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ട് ഒരു അസുഖങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. കാരണം ഞാൻ ഇപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ ഒന്ന് റിക്കവർ ആയിട്ട് വന്നതേ ഉള്ളൂ. നമ്മുടെ ആരോഗ്യമാണ് എല്ലാത്തിനേക്കാളും വലുതെന്ന് മനസ്സിലാക്കിയ കുറച്ച് ദിവസങ്ങളായിരുന്നു. നമ്മളൊരു 3 ദിവസം 4 ദിവസമൊക്കെ നമ്മൾ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഓക്കെ, പക്ഷെ ഒരു 15 ദിവസം അല്ലെ 10-15 ദിവസമൊക്കെ നമ്മളെ ഹെൽത്ത് ഇഷ്യൂസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമ്മളെ കംപ്ലീറ്റ്ലി അത് ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് ദിവസങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ ഒരു വർഷം ഒരു അസുഖങ്ങളും ഇല്ലാതെ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുന്നത്. അപ്പോൾ 2024 ഫസ്റ്റ് വീഡിയോ ആണ്. ശരിക്കും ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലെ വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എപ്പോഴും ഞാൻ ജനുവരി ആകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെന്റും ആയിട്ടാണ് വരാറ്. എന്തെങ്കിലും ഒരു പുതിയതായിട്ടുള്ള പ്ലാൻസോ വെയിറ്റ് ലോസ് പ്ലാൻസ് ഒക്കെ ആയിട്ടാണ് വരാറ്. പക്ഷെ ഇത്തവണ എനിക്ക് ഒന്നിനും എന്താ പറയുക, ഒന്നും തിങ്ക് ചെയ്യാനുള്ള ഒരു സമയം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സമയമല്ല, എനിക്ക് അതിനുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഞാൻ ഫുൾ ടൈം ബെഡിലായിരുന്നു. ഭക്ഷണം കഴിച്ചാൽ കഴിച്ചു, കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല, ആ ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കംപ്ലീറ്റ്ലി മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഒന്നും തന്നെ എനിക്ക് ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നത് തന്നെ എങ്ങനെയൊക്കെയോ ആയിരുന്നു. അപ്പൊ ഇപ്പോഴാണ് ഇന്നിപ്പോ 1-ാം തീയതിയാണ് ഞാനിപ്പോ വീഡിയോ എടുക്കുന്നത്. ടച്ച് വുഡ് ഇന്നത്തെ ദിവസം എനിക്ക് ഒരുവിധം ഓക്കെ ആണ്. ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഞാൻ ഇന്നലെ 31st ഒക്കെ ആവുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാൻ, ഈശ്വര നാളെ 1-ാം തീയതി എഴുന്നേൽക്കുമ്പോൾ തന്നെ വീണ്ടും അസുഖമായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഈ വർഷം മുഴുവൻ പോക്കായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞാൻ എഴുന്നേറ്റത്. പക്ഷെ എന്തൊക്കെയോ ഓക്കെയാണ് ഇന്നത്തെ ദിവസം. ഞാൻ കംപ്ലീറ്റ്ലി എല്ലാം ഒന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ അത്യാവശ്യം ഇന്ന് പ്രോപ്പറായിട്ടൊന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റി. അപ്പൊ എല്ലാം ഓക്കെ ആയിട്ട് വരുന്നു ഞാൻ വിചാരിക്കുന്നു. ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. കൊടൈക്കനാലിലോട്ടാണ് പോയത്. അപ്പൊ അവിടുത്തെ ക്ലൈമറ്റ് എക്സ്ട്രീംലി നല്ല തണുപ്പാണ്. ഒരു 10-11 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ആ ക്ലൈമറ്റ് എനിക്ക് പറ്റാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അവിടുത്തെ ഫുഡ് പറ്റായിട്ടാണോ എന്നറിയില്ല, നമ്മുടെ മൊത്തം ഫാമിലിയും ഫുഡ് ഇൻഫെക്ഷൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വോമിറ്റിങ്, ഡയറിയ, ഇടയ്ക്കിടയ്ക്ക് ഫീവർ, അങ്ങനെയൊക്കെയായി കംപ്ലീറ്റ്ലി ഞങ്ങൾ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു എല്ലാവരും. ഇപ്പോഴും എല്ലാവരും റിക്കവർ ആയി എന്ന് പറയാൻ പറ്റില്ല. കുഞ്ഞിനൊക്കെ ഇപ്പോഴും സുഖമില്ല, അവനൊക്കെ ഓക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ കാര്യം പറഞ്ഞു വരുമ്പോഴാണ് നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എന്റെ വീഡിയോസ് റെഗുലർലി വാച്ച് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയായിരിക്കും, എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, അതായത് 2023 എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എന്റെ ഡ്രീം വെയിറ്റ് റീച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഹെൽത്തി ആയിട്ടിരിക്കുക, വർക്ക്ഔട്ട് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുക, ഡയറ്റ് പ്രോപ്പർ ആയിട്ട് നോക്കുക, അതിനോടൊപ്പം എന്റെ ഹെൽത്തി ഐഡിയൽ വെയിറ്റിലോട്ട് എത്തുക, അല്ലെങ്കിൽ എന്റെ ഡ്രീം വെയിറ്റിലോട്ട് എത്തുക എന്നൊക്കെയായിരുന്നു എന്റെ ഒരു ആഗ്രഹം. അപ്പോ ശരിക്കും ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് അറിയുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. പക്ഷെ നിഷ, നിങ്ങൾക്കറിയാം, നമ്മുടെ ബിഫിറ്റ് സ്ക്വാഡിന്റെ കോ ഫൗണ്ടർ ആണ്. അപ്പൊ പുള്ളിക്കാരി എപ്പോഴും എൻ്റെ അടുത്ത് പറയും, നിനക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ആഗ്രഹമുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ നിനക്കിപ്പോൾ സ്ട്രോങ് ആയിട്ട് ആരെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിന്റെ കയ്യിലേക്ക് കിട്ടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അത് എപ്പോഴും ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, എല്ലാ ദിവസവും അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം എന്നൊക്കെ അവൾ എൻ്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഫൈനലി അത് നമ്മളിലേക്ക് പോസിറ്റീവായിട്ട് റീച്ച് ചെയ്യും എന്നാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷനിൽ ഞാൻ ഈ ഒരു ഇയർ മുതൽ 2023 സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ്, എങ്ങനെയെങ്കിലും ഡിസംബർ ആകുമ്പോഴേക്കും എൻ്റെ ഒരു എന്താ പറയുക ഡ്രീം വെയിറ്റിലേക്ക്, അതായത് 51 kg ആ ഒരു വെയിറ്റിലേക്ക് എത്തണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ഒരു റുട്ടീൻ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് ഒരു സത്യം തന്നെയാണ്. ഞാൻ എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഡയറ്റ് എപ്പോഴും ഓക്കെയാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് സ്കിപ്പ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാലും ഞാൻ വീണ്ടും ട്രാക്കിലോട്ട് വരുന്നതാണ്. പക്ഷെ വർക്ക്ഔട്ട് എനിക്ക് ഇപ്പോൾ ഒരു 365 ഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു 70% ഞാൻ അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളൊന്നും എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ഞാൻ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫിറ്റ്നസ് റുട്ടീൻ ഫോളോ ചെയ്ത ഒരു വർഷമൊന്നുമല്ല ഇത്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, മാനിഫെസ്റ്റേഷനിൽ അത്രയും സത്യമുള്ളത് കൊണ്ടാണോന്ന് എനിക്കറിയില്ല, ഞാൻ ഈ ഡിസംബർ ആകുമ്പോഴേക്കും 51 kg എത്തിയിട്ടുണ്ട്. 51 kg എത്തിയിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല ഞാനത് ഹെൽത്തി വേയിലൂടെയാണ് എത്തിയത്. കാരണം ഞാൻ ഈ ലാസ്റ്റ് 15 days ഒട്ടും ഫുഡ് കഴിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വല്ലപ്പോഴും, അതായത് ഒരു നേരം 2 നേരമൊക്കെ ആയിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം എൻ്റെ ഹെൽത്ത് അങ്ങനെയായിരുന്നു. എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, ഒട്ടും എപ്പിറ്റേറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു 15 days ഞാൻ ഒത്തിരി വീക്ക് ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒത്തിരി ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഒരുവിധം ഓക്കെ ആയ സമയത്ത് ഞാൻ ആദ്യം ചെക്ക് ചെയ്തത് എന്റെ വെയിറ്റ് ആണ്. വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഏകദേശം ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ കണ്ട, അതായത് എനിക്ക് തോന്നുന്നു ഞാൻ
പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ MCA ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കണ്ടിരുന്ന വെയിറ്റ് ഇപ്പൊ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഹാപ്പി ആണോ അല്ലെങ്കിൽ എനിക്ക് സങ്കടമാണോ എന്ന് എനിക്കറിയില്ല. കാരണം എനിക്കറിയാം ഞാൻ കംപ്ലീറ്റ്ലി വീക്ക് ആയിട്ടാണ് ഈ ഒരു വെയിറ്റിൽ എത്തിയതെന്ന് എനിക്കറിയായിരുന്നു. എന്തായാലും അതൊരു ഹെൽത്തി വെയിറ്റ് ലോസ് ആയിരുന്നില്ല. പക്ഷെ എന്നാലും സീരിയസ്ലി ഞാനത് മനസ്സിലാക്കാണ് മാനിഫെസ്റ്റേഷൻ അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് അന്നത്തെ ദിവസം മനസ്സിലായി. ഏതൊക്കെയോ രീതിയിലൂടെ ആണെങ്കിലും അത് അൺഹെൽത്തി വേ ആവട്ടെ ഹെൽത്തി വേ ആവട്ടെ എന്നെ യൂണിവേഴ്സ് ആ ഒരു ഡ്രീം വെയിറ്റിലോട്ട് എത്തിച്ചു. എൻ്റെ മനസ്സിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അത്. അപ്പൊ അതിലോട്ട് എത്തിച്ചു എന്ന് ഞാനിപ്പം ബിലീവ് ചെയ്യാണ്. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മൾ അൺഹെൽത്തി വേയിലൂടെ ആ ഒരു വെയിറ്റിലോട്ട് എത്തിപ്പെടണം എന്നല്ല, നിങ്ങൾ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത്, അതിപ്പം ഈ വെയിറ്റ് ലോസ് മാത്രമല്ല കേട്ടോ, വേറെ എന്ത് കാര്യങ്ങളാണെങ്കിലും എന്തിലാണോ നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നത് അതെപ്പോഴും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ടും അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ എഴുന്നേറ്റ ഉടനെ തന്നെ കാണുന്ന ഒരു സ്പേസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു വോളായിരിക്കാം, ആ വോളിൽ എഴുതി വെക്കുക. നമ്മൾ പല സിനിമയിലൊക്കെ ഇതൊക്കെ ഭയങ്കര ക്ലീശയായിട്ട് ചിലർക്കൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ സത്യമാണെന്ന് ഞാനിപ്പം അത് മനസ്സിലാക്കി വരുന്നു. കാരണം ഈ ഒരു വർഷം ഞാൻ ഒരുപാട് എന്താ പറയുക വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഫാറ്റ് ലോസിന് വേണ്ടി ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കൺസിസ്റ്റന്റ് ആയിരുന്നില്ല എന്നുള്ള ഒരൊറ്റ ഇഷ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ അവസാനം ഫൈനൽ മന്തിൽ, അതും ഫൈനൽ വീക്കിൽ ഒരു 2 വീക്സ്, ലാസ്റ്റ് 2 വീക്സിലാണ് എൻ്റെ വെയിറ്റ് 51 kg എത്തിയത്. അപ്പൊ അത് ഞാൻ അറിയില്ല അത് കോയിൻസിഡൻസ് ആണോ അല്ലെങ്കിൽ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ ആണോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഫൈനലി ആ ഒരു വെയിറ്റിലോട്ട് റീച്ച് ചെയ്തു. പക്ഷെ ഇത് എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഞാൻ ആ വെയിറ്റ് തന്നെയാണുള്ളത്. അത്യാവശ്യം ഞാൻ ഫുഡൊക്കെ പ്രോപ്പർ ആയിട്ട് എടുത്ത് തുടങ്ങി. അപ്പൊ എന്തായാലും ആ ഒരു വെയിറ്റ് തിരിച്ചു കയറും എന്നും എനിക്കറിയാം. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ആ ഒരു ബിലീഫ് ഉണ്ടെങ്കിൽ, നമ്മളെപ്പോഴും ആ ഒരു ഇതിനകത്ത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും വീണ്ടും നമ്മൾ ആ ഒരു ഐഡിയൽ വെയിറ്റിലോട്ട് തന്നെ അല്ലെങ്കിൽ ഡ്രീം വെയിറ്റിലോട്ട് തന്നെ എത്തിച്ചേരുന്നു ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. അപ്പൊ ഇത്തവണ അതായത് 2024 എന്റെ ഫിറ്റ്നസ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അത്യാവശ്യം ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, അതായത് ഒരു 30 മിനിറ്റ്സ് വർക്ക്ഔട്ട്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ്, പ്രോപ്പർ സ്ലീപ്പ് റുട്ടീന്, സ്ട്രെസ് ലെവൽ മാനേജ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അത് വളരെ നീറ്റായിട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇത്തവണ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല. അപ്പൊ അത് എന്താണോ എനിക്ക് ഓരോ ദിവസവും വരുന്നത് അത് അതേപോലെ ഞാൻ ഫുൾഫിൽ ചെയ്ത് മുന്നോട്ട് പോകും, ടിക്ക് മാർക്ക് ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുകയാണ് ഞാൻ ഇപ്പം ആസ് ഓഫ് നൗ. ഇനി ഈ 2024 നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫിറ്റ്നസ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ സത്യം പറഞ്ഞാൽ ഞാനിപ്പോ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്. ഞാൻ ഒരു പുതിയതായിട്ടുള്ള ഒരു പ്ലാനോ സംഭവങ്ങളോ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ടീമുമായിട്ടൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്താണ് ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, ജനുവരിയിൽ എന്ത് വെയിറ്റ് ലോസ് പ്ലാൻ ആണ് കൊണ്ടുവരേണ്ടത്, എന്ത് ചാലഞ്ച് ആണ് കൊണ്ടുവരേണ്ടത് എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ആ ഒരു പ്ലാനെ ഞങ്ങൾ ചെയ്തോളാം. പക്ഷെ അതിനിടയിൽ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരും ഹെൽപ്പാണ്. ഒരുപാട് പേര് എനിക്കറിയാം ഇപ്പൊ തന്നെ നമ്മുടെ കമന്റ് സെക്ഷനിലൊക്കെ കാണുന്നത്, ചേച്ചി ചാലഞ്ചസ് ഇല്ലേ, എന്താണ് ഇനി നെക്സ്റ്റ് പ്ലാൻ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു ആവേശം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഞാനും മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ഇത്തവണ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇപ്പം ചിലർക്ക് ജസ്റ്റ് 1 വീക്ക് ആയിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് 30 ഡേയ്സ് പ്ലാൻ ആയിരിക്കാം, ചിലർക്ക് 21 ഡേയ്സ് പ്ലാൻ ആയിരിക്കും, ചിലർക്ക് ഒരു 100 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ച്, അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. അപ്പൊ ഈ ഒരു ജനുവരിയിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന വെയിറ്റ് ലോസ് പ്ലാൻ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചാലഞ്ച് എങ്ങനെയുള്ളതായിരിക്കണം, എങ്ങനെയുള്ള ഡയറ്റ് ആയിരിക്കണം നിങ്ങൾക്ക് വേണ്ടത്, എങ്ങനെയുള്ള വർക്ക്ഔട്ട് റുട്ടീൻ ആയിരിക്കണം വേണ്ടത് എന്നൊക്കെ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. അപ്പൊ എനിക്ക് ഒരു ഐഡിയ കിട്ടും. ഒരുപാട് പേരുടെ ചിന്തകളും ഒരുപാട് പേരുടെ സജഷൻസും ആവും. അതെല്ലാം ഒരുമിച്ച് കൂട്ടി ഇരുന്നൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഐഡിയാസ് ഈ ഒരു വർഷം കിട്ടും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നീഡ് അനുസരിച്ചായിരിക്കും ഈ ഒരു വർഷം മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് 2024 നിങ്ങളുടെ ഫിറ്റ്നസ് ഗോളിന്റെ അറ്റ്ലീസ്റ്റ് ഒരുപാട് പേർക്ക് ഫിറ്റ്നസ് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. പക്ഷെ അല്ലാത്തവർക്കാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 kg 15 kg ഒരു 20 kg എങ്കിലും കുറയ്ക്കാൻ പറ്റാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ 2024 പ്ലാൻ ചെയ്യേണ്ടത്. വെൽ പ്ലാൻഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരെയും ഹെൽപ്പ് വേണം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾ എന്താണോ സജസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ താഴെ കമന്റ് സെക്ഷനിൽ തരിക. അത് വായിച്ചു നോക്കി അതൊക്കെ ഞാൻ അനലൈസ് ചെയ്തിട്ടായിരിക്കും ഇനി വരുന്ന വെയിറ്റ് ലോസ് പ്ലാനുമായിട്ട് അല്ലെങ്കിൽ ഇനി വരുന്ന വെയിറ്റ് ലോസ് ചാലഞ്ചുമായിട്ട് ഞാൻ വരാൻ പോകുന്നത്. അപ്പൊ 2023 എന്തായാലും കഴിഞ്ഞു പോയി. ഇനി നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ടോ അയ്യോ ആ വർഷം എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഇത് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല. എന്തായാലും വർഷങ്ങൾ അതുപോലെ തന്നെ അല്ലെ ദിവസങ്ങളും സമയമൊക്കെ അതേപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള സമയത്ത് കടന്നു പോകും. അത് നമുക്ക് ഒരിക്കലും ഹോൾഡ് ചെയ്ത് വെക്കാനോ പിടിച്ചു വെക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ ഇനി വരുന്ന ഓരോ ദിവസങ്ങളും നമ്മൾ വേസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുകയാണ് വേണ്ടത്. അതിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്തായാലും ഞങ്ങളുടെ മൊത്തം ടീം, ഇപ്പൊ ഞാൻ മാത്രമല്ല നമ്മുടെ ഹോൾ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് ഇതിനോടകം ജോയിൻ
ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1025 ആളുകൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലുണ്ട്. ഏകദേശം ഒരു 3000 ആളുകളോളം നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പൊ എല്ലാവരെയും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ടീമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വേയിലൂടെ ഈ 2024 മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ എല്ലാവരും തന്നെ ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു മനസ്സ് മാത്രം നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. നിങ്ങളെ പുഷ് ചെയ്യാനായിട്ട് ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ നീഡ്സും ഒക്കെ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനനുസരിച്ചിട്ടായിരിക്കും ഇനി വരുന്ന വെയിറ്റ് ലോസ് ചാലഞ്ചസ് ഒക്കെ ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് കുറച്ചൊന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചെടുത്ത വീഡിയോ ആണ്. അപ്പൊ ഇനി വി ഫിറ്റ് സ്ക്വാഡിന്റെ അപ്ഡേഷൻ പറയാനാണെങ്കിൽ നമ്മുടെ ജനുവരി ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് 1-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് പേര് ഇത്തവണ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാംസിൽ 45 days and 90 days ട്രാൻസ്ഫോർമേഷനിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് ഞങ്ങൾ ഒത്തിരി, കാരണം ഇത് ഞങ്ങൾക്കും കൂടി ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇത്രയും അംബീഷ്യസ് ആയിട്ടുള്ള ആളുകളാണ് ശരിക്കും ഈ 2024 ജനുവരി ബാച്ചിലോട്ട് ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യുക, അവരുടെ ആ ഒരു നീഡ് നിറവേറ്റുക, അല്ലെങ്കിൽ അവരെ ആ ഒരു ഐഡിയൽ വെയിറ്റിൽ എത്തിക്കുക എന്നുള്ളത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഞങ്ങൾക്ക്. അപ്പോൾ അത് ഞങ്ങൾ മാക്സിമം പിന്നെ എന്താ പറയുക, ആത്മാർത്ഥതയോടെ തന്നെ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ബിഫിറ്റ് സ്ക്വാഡിന്റെ മറ്റൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനുവരി 15-ാം തീയതി മുതൽ നമ്മളൊരു സുംബ സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 15 days ബാച്ചാണ്. മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ വർക്ക്ഔട്ട് സെഷൻസ് ഉണ്ടാവും, സുംബ സെഷൻസ് ഉണ്ടാവും. 45 minute സെഷൻ ആണ്. നൈറ്റ് 8:15 to 9 PM ആയിരിക്കും നമുക്ക് സെഷൻസ് ഉണ്ടാവുക. ഇതിന്റെ കൂടെ ഒരു ബേസ്ഡ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സുംബ, അതായത് ഡാൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർ, ഡാൻസ് വർക്ക്ഔട്ട്സിലൂടെ വെയിറ്റ് ലോസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. വളരെ ഫൺ ഫീൽഡ് ആയിട്ടുള്ള വർക്ക്ഔട്ട് സെഷൻസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞതിന്റെ മുന്നിലത്തെ വർഷമൊക്കെ നമുക്ക് സുംബ ബാച്ച് ഉണ്ടായിരുന്നു ബിഫിറ്റ് സ്ക്വാഡിൽ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എത്ര ഫൺ ഫീൽഡ് ആയിട്ടുള്ള സെഷൻസ് ആണെന്നുള്ളത്. നമ്മൾ ആ ഒരു 1 hour അല്ലെങ്കിൽ 45 minutes വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് എന്താ പറയുക, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനും നമ്മളത് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ ഫാറ്റ് ലോസ് ചെയ്യാനും വെയിറ്റ് ലോസ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സുംബ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു 15 days സ്മോൾ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന്റെ അഡ്മിഷൻസ് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ സ്ക്രീനിലെ നമ്പർ കൊടുക്കാം. നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സജഷൻസിനും നിങ്ങളുടെ നീഡ്സിനുമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കമന്റ് സെക്ഷനിൽ. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും ഇപ്പൊ തന്നെ ചെയ്ത് തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മൾ ഈ 2024 നമുക്ക് ഗ്രാൻഡ് ആകണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഉടനെ തന്നെ അടുത്ത എക്സൈറ്റിംഗ് വീഡിയോസും ആയിട്ട്, വെയിറ്റ് ലോസ് ചാലഞ്ചസും ആയിട്ടും വർക്ക്ഔട്ട് വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.